ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകോളം ഞാൻ അങ്ങയുടെ ചിറയിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. 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 പ്രൈസ് ദി ലോർഡ്. കൃപ എന്നാൽ എന്താകുന്നു? എന്താ കൃപ? നമ്മൾ പഠിച്ചില്ലേ? കൃപ ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം ഇതാണ്. ക്രിസ്തീയ ജീവിതം കൃപയുടെ ജീവിതമാണ്. കൃപയുടെ ജീവിതം. നമ്മൾ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചോ? ഈ സങ്കീർത്തനം ചെറുതായിട്ട് നമ്മൾ കേട്ടു. ഈ സങ്കീർത്തനവും ഈശോയെക്കുറിച്ച് തന്നെയാണ്. ഈശോയ്ക്ക് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം. അപ്പോൾ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപം മൂലം വിനാശമുള്ള ദുഃഖദുരിതമുള്ള ആ അവസ്ഥയാണ്. കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും പ്രതീകങ്ങളാണെന്ന് പറഞ്ഞല്ലോ. കൊടുങ്കാറ്റിൻ്റെ പ്രധാന ഗുണമെന്താ? കൊടുങ്കാറ്റ് ഒരു നാശകരമായ കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിലൊരു ഗുണമുണ്ട്. ഗുണം ഇതാണ്: കൊടുങ്കാറ്റ് അങ്ങനെ അങ്ങ് പോകും, ഇങ്ങനെ നിൽക്കില്ല. കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ അത് വീശി അങ്ങ് പോകും. അതായത് അത് നൈമിഷികമാണ്, അത് നിലനിൽക്കുന്നില്ല ഒരു സ്ഥലത്ത്. അപ്പോൾ പാപവും പാപത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊടുങ്കാറ്റ് പോലെയാണ്. അത് അങ്ങ് പോകും, അത് നിലനിൽപ്പില്ല, അത് പോകും. അത് പോകും എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ആ പോകുന്നിടത്തോളം സമയം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ അങ്ങയുടെ
ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. കേട്ടോ, നീ ഒന്ന് പാടി നോക്കിയത്. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്താണ് കൃപ? ദൈവികത മാനുഷികതയിലേക്ക്. ഈ കൃപ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ, വ്യാപ്തിയുള്ളൂ, സബലതയുള്ളൂ. കൃപയില്ലാത്ത അവസ്ഥയിൽ വിനാശത്തിൻ്റെ അവസ്ഥയാണ്. ആ പാപം മൂലം വിനാശമുള്ള ഈ അവസ്ഥയിൽ വിശ്വസിക്കണം, ഈ പാപവും പാപത്തിൻ്റെ എല്ലാ നശീകരണ പ്രവർത്തനങ്ങളും നൈമിഷികമാണ്. അവ നിലനിൽക്കില്ല, അവ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന സമയം വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭ്യമാണ്. ദൈവം എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം സൃഷ്ടാവാണ്, രക്ഷകനാണ്, അതോടൊപ്പം സംരക്ഷകനും കൂടിയാണ്. അവർ പ്രാർത്ഥിച്ചു. അവരെന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്നൊരു സഹായവും കിട്ടിയാലും ഇതുകൊണ്ട് പര്യാപ്തമാകില്ല. ഈ ലോകത്തിൽ നിന്നുള്ള ഒരു സഹായത്തിനും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ എന്ത് പ്രാർത്ഥിച്ചു? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. കണ്ടോ? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. എല്ലാവരും ചേർന്ന് പാടാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയുമയക്കും. ഈശോ പറയാണ്, അഥവാ വരാനിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ഒരു രക്ഷകനെ കുറിച്ചുള്ള സൂചനയാണ് ഇതിലെല്ലാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ആ സ്വർഗത്തിൽ നിന്നുള്ള സഹായമാണ് യേശു എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം. എന്താ യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം? എന്താണ് യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം? ദൈവം രക്ഷിക്കുന്നു എന്നാണ്. മനുഷ്യനെ സ്വയമേവ രക്ഷിക്കുക സാധ്യമല്ല. അതാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്നൊരു സഹായം അയച്ച് രക്ഷിക്കും. ആ സ്വർഗത്തിൽ നിന്നുള്ള സഹായമാണ് ദൈവം രക്ഷിക്കും എന്ന രക്ഷകനായ യേശുക്രിസ്തു വരും. ദൈവം രക്ഷിക്കും. രക്ഷകനായ യേശുക്രിസ്തു വരും. അവൻ വരും എന്ന് അന്നേ മുതൽ അവർ പ്രാർത്ഥിച്ചിരുന്നു. അത് കൃത്യമായി എപ്പോൾ വരും എന്നൊരു ഐഡിയയുമില്ല. അന്ന് എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ വരും. 1000-ഓളം വർഷം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ സമയം
സമാഗതമായി മണവാളൻ വന്നു. ആ യേശു വന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ കൂടി തരും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇപ്പം എത്ര സഹായം വരുന്നു? സ്വർഗത്തിൽ നിന്ന് വരുന്ന യേശുക്രിസ്തു, സ്വർഗത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവും. ഇവർ നമ്മുടെ ഉള്ളിലേക്ക് എന്തു കൊണ്ടുവരും? പിതാവുമായിട്ടുള്ള ഐക്യം കൊണ്ടുവരും. പിതാവുമായിട്ടുള്ള ആ അകൽച്ച മാറ്റും. പാപം മൂലം മനുഷ്യവംശം മുഴുവനും ദൈവപിതാവിൽ നിന്ന് അകന്നിരുന്ന ആ അവസ്ഥയിൽ യേശുവും പരിശുദ്ധാത്മാവും നമ്മളിലേക്ക് വന്നുകൊണ്ട് പിതാവുമായിട്ടുള്ള അകൽച്ച അവസാനിപ്പിച്ചു. പിതാവുമായിട്ട് രമ്യതപ്പെടുത്തി അടുത്ത ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. എങ്ങനത്തെ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു? പിതാവിൻ്റെ മക്കളാക്കി. ഇതിൽ കൂടുതൽ ഇനി വല്ല ബന്ധമുണ്ടോ? പിതാവിൻ്റെ വാത്സല്യ മക്കളാക്കി മാറ്റി. അപ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ വേണ്ടി, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തി ജ്വലിക്കുന്നതിന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പാടാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, ജീവജലത്തിന്റെ അരുവിയായി, ജീവജലത്തിന്റെ അരുവിയായി, എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി, സ്നേഹാഗ്നി ജ്വാലയായി, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹം നിറയ്ക്കണമേ, സ്നേഹം നിറയ്ക്കണമേ, കരുണ നിറയ്ക്കണമേ, കരുണ നിറയ്ക്കണമേ, ജ്ഞാനം നിറയ്ക്കണമേ, ജ്ഞാനം നിറയ്ക്കണമേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ആത്മാവേ, തരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, നിന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ.
പാപിയം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ. ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു ആബാ പിതാവെന്ന് ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. 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 സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ വിശ്വാസം നൽകണമേ. 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 എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ. 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 ഹല്ലേലൂയ 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 ആത്മാവ് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ശല ഹല ബല ഹല ബല ഹല ബല ഹല ബല ശല ബല 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 ബല. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവഹിതമനുസരിച്ച് ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 26-27 വചനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നത്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ച് ശബ്ദമുയർത്തി ആത്മാവ് ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു.